ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ റിം ഡേഡി ഡിസൈൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇളച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അത് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണം 2 പരിപാടിയായിട്ടാണ് ഉണ്ടായിരുന്നത്, രാവിലെ വൈകുന്നേരം. അപ്പോൾ രാവിലെ നമുക്കൊരു ഡ്രസ്സ് വേണം, വൈകിട്ട് വേണം. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഡ്രസ് കോഡാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞങ്ങൾ അപ്പന എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് തന്നെ 2 ഡ്രസ്സ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലത്തെ പ്രോഗ്രാമിന് നമുക്ക് റെഡിമെയ്ഡായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു തീരുമാനത്തിൽ ഞാനും നാത്തൂനും ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇളച്ചി അതിനൊന്നും നിന്നില്ല കേട്ടോ. അവൾക്ക് എന്തായാലും ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്തേ മതിയാവും എന്നുള്ളൊരു വാശിയായിരുന്നു. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇത്രയോ 2 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവൾക്ക് ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു പരാതിയായിട്ട് എന്നും അവളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിന് അവളുടെ പരാതിയും കൂടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അവൾക്ക് മാത്രമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും റെഡിമെയ്ഡായിട്ട് എടുക്കാമെന്നും കരുതി. അങ്ങനെ അവൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അംബ്രല കട്ട് പാൻറ്റും പിന്നെ അതുപോലെ ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പുമാണ്. ആ ഷോർട്ട് ടോപ്പിൽ സ്ലീവിൽ നമ്മൾ സ്വപ്നക്കൂടിൽ കൈയുണ്ടല്ലോ, പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ബെൽ സ്ലീവാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതും പിന്നെ നമ്മൾ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും ഇതുപോലെ ഗോൾഡൻ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിൻ്റെ വേറൊരു ഡിസൈൻ ഞാൻ എൻ്റെ കസിന് വേണ്ടി കുറച്ച് മുന്നേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന്. അത് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ. വർക്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൾക്കിതിലെ ലീഫും സ്റ്റെമ്മും മാത്രം മതി കേട്ടോ, ഫ്ലവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലവർ നമ്മൾ വെറൈറ്റി ആയിട്ട് വേറൊരു മോഡലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ത്രെഡ് വർക്ക് വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാണ്. ഈ ഒരു ഫ്ലവർ ആൾ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ. ആൾക്ക് ഈ ഒരു ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്ലവറാണ് ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ് കോഡിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാരേജ് ഫിക്സ് ചെയ്തപ്പോഴേ അവൾ ഈ ഡ്രസ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ബാക്കിയുള്ള ക്ലോത്ത് എടുക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ലോത്ത് എടുത്ത് പെട്ടെന്ന് സ്റ്റിച്ചിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതും കൂടെ ചെയ്യേണ്ടതുകൊണ്ട് 4ഉം കൂടെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് പെട്ടെന്ന് ഇത് കല്യാണം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമേ ചെയ്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ടോ. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ള വർക്കിൻ്റെ കൂടെ ഇതും കൂടെ ക്ലാഷായിട്ട് ഏതും നടക്കാത്തൊരവസ്ഥയായി പോയേനെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണേ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഇതുപോലുള്ള വെറൈറ്റി ഡിസൈനുകളാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും അതുപോലെ വെറൈറ്റി മോഡൽസുകളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഷാളിൽ നമ്മൾ 4 സൈഡ് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡിൽ നമ്മൾ ഗോൾഡൻ സ്കാലപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുതേ. നമ്മൾ ചെയ്യുന്ന എന്ത് വർക്കുകളാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായിരിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ഓരോ ബിഹൈൻഡ് ദ സീനും. അതും എൻ്റെ ഈ ഒരു ചെറിയ മോനെയും കൊണ്ട് വെച്ചിട്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 2 വർഷത്തോളമായിട്ടോ. എൻ്റെ മോനിപ്പോൾ 2 വയസ്സാവാനായിട്ടുള്ളൂ. അവന് ജനിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവന് ഡെലിവറി സമയത്ത് പോലും എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു വർക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എൻ്റെ മോനും കൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഓരോ വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ. അതൊരു വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്വപ്നങ്ങൾക്കും മക്കൾ ഒരിക്കലും ഒരു തടസ്സമാവില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് വരെ മോൻ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു സ്വപ്നങ്ങളും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. ഓരോ വർക്കിനും ഞാൻ എടുക്കുന്ന എഫേർട്ട് ഇതുപോലുള്ള കസ്റ്റമറുടെ ഫോട്ടോസും വീഡിയോസും അവരുടെ നല്ല അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ അതിനേക്കാൾ വലുത് നമുക്കൊന്നും കിട്ടാനില്ലെന്നേ. എന്നാൽ പിന്നെ കൂടെ അല്ലേ. താങ്ക്